ക്യാരക്ടർ ചേഞ്ചിങ് ചലഞ്ച് ആയിരുന്നു. നേരത്തെ ചിന്നുവാണ് അമ്മയായിട്ട് അഭിനയിച്ചത്. ഇനി ഞാനാണ്, ഇനി ചിന്നുവാണ്, ചിന്നു ഞാനാണ് അഭിനയിച്ചത്. ഓക്കെ. എടി സുനിത, അപ്പുറത്ത് വീട്ടിലല്ലേ അടി നടക്കുന്നത്? എടി അവരായിട്ടാണ് അടി നടക്കുന്നത്. പോട്ടെ, അടി വെക്കട്ടെ, ഞാൻ ഇപ്പൊ വരാൻ വേണ്ടി. എടി നീ പോവട്ടെ. എടി ഞാൻ വരുമ്പോ കുറച്ച് സീന് കട്ടായി പോവും. അത് ഒന്ന് വീഡിയോ എടുത്ത് എൻ്റെ ഫോണാണ്. അത് പൊട്ടിപ്പൊടി അല്ല, അതൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് നേരില്ല. എൻ്റെ ചിന്നുകളുടെ ഫോണിൽ അയക്കാം, അല്ലെ മീനൂടെ അയക്കാം. മീനു തരത്തില്ല ഫോൺ, നീ ചിന്നൂടെ അയക്കാം. ഞാൻ എപ്പോ വരാൻ ലിപ്സ്റ്റിക്കിടാൻ പറഞ്ഞു. അല്ല അമ്മ അടി കാണാൻ പോകുന്നില്ല ലിപ്സ്റ്റിക്. അവിടെ ആരെങ്കിലും വരണുണ്ടോ? ആരും അടി കാണാൻ പോകുന്നത്? ഞാൻ സൊസൈറ്റിയിൽ പോവാണ്. സൊസൈറ്റിയിൽ ഇപ്പൊ പുതിയ നിങ്ങളാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എടുക്കാം. ഓവർ ഷോ കാണിക്കട്ടെ ചിന്നു. കുറച്ചായിട്ട് ഇടല്ലേ, ആരെങ്കിലും കണ്ടാ ഇനി ഞാൻ മേക്കപ്പ് ആണെന്ന് പറയും. അടി കാണാൻ പോകുന്നില്ലേ അമ്മ? അടിക്കടി അവിടെ തലയിൽ നോക്കി തന്നെ രണ്ടെണ്ണം കൊടുക്ക. പൊട്ടിക്ക് രണ്ടടി. പൈപ്പ് ഇവിടെ കൊണ്ട് വെച്ചോണ്ടല്ലേ ഇത്ര പ്രശ്നമില്ല. അവളുടെ വീട് കയറിയതിനാ പോണേ. കോപ്പിയടി പ്രശ്നം വന്നാലും അവളുടെ വീട്ടിലൊന്നും പോകാൻ പാടില്ല. അത് ആണുങ്ങളല്ല അങ്ങനെ കാണിക്കണം, പെണ്ണുങ്ങളല്ല. ഈ സൊസൈറ്റി മൊത്തം അടി തന്നെയാ. അതുപാടെ സമാധാനമുള്ളത് ഞങ്ങളുടെ വീട്ടിൽ മാത്രം. ആർക്കറിയാം ഞങ്ങളുടെ വീട്ടിൽ അടിയുണ്ടെന്ന്. അല്ല നീ എവിടെയാ പോകുന്നേ? എപ്പോഴും ഇറങ്ങി പോകും. എപ്പോ വരുന്നെന്ന് ആർക്കറിയാം. അപ്പൊ അടിയൊക്കെ തീർന്ന ഇനി ഇപ്പൊ ആരെ കുറ്റം പറയാൻ പറ്റും? അടിയൊക്കെ തീർന്നില്ലേ? അമ്മ പഴംപൊരി ഉണ്ടാക്കുന്നില്ലേ? അല്ല, പഴംപൊരി ഞാൻ ഉണ്ടാക്കിയാൽ മാത്രമേ ആകത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കിക്കൂടെ? ഒന്നും ഉണ്ടാക്കാറില്ല. എന്റെ അവസ്ഥ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കത്തില്ല. ലച്ചു ആയിരുന്നെങ്കിലും ഇതേപോലെ തന്നെ. ആദ്യമൊക്കെ ലച്ചു ഞാൻ പറയുന്ന എല്ലാം അനുസരിക്കും. ഇപ്പൊ ലച്ചു അതേപോലെ തന്നെ. ലച്ചുവിനൊരു ചെരുപ്പ് ഓർഡർ ചെയ്തില്ലെങ്കിലും കുറ്റം. അടിവശം പോലും അവൾക്ക് സ്വന്തമായിട്ട് കഴുകാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ വീട്ടിലും. ഇതെടുക്കാൻ പിടിച്ചോടുന്ന എവിടെയാ? ചെടി മൊത്തം ഈ ചെടിക്ക് അത്രയും വെള്ളം ഒഴിക്കാതെ ആ ചെടി വാടി കരിഞ്ഞിരിക്കുകയാണ്. അതിന് ഞാൻ കരയണോമാ?